ഇപ്പൊ മാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോഗോയിലുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറെ പേര് പറഞ്ഞു നിങ്ങളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആണ്. രണ്ടിനും രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന് അപ്പൊ അത്രയും ഉണ്ടാക്കാൻ കഴിവുള്ളൂ. അതായിരുന്നു അവരുടെ ടെക്നോളജി, അതായിരുന്നു അവരുടെ എഞ്ചിനീയറിംഗ്. ഇപ്പൊ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ്. അപ്പൊ അല്ല, നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസ് ആണ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് എന്താ? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ തന്നെ പാർട്ട് 2. നീയും കേട്ടതിന് വേണ്ടിയിട്ടാണോ? ഇതാണ് ഒരാളെ ഒരു സ്ഥലത്ത് പണിയെടുത്തിട്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ. ഞാൻ വാച്ചിടാൻ പറഞ്ഞു. എനിക്ക് ടീഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് വിചാരിച്ച് എന്നോ തന്നെ ഇടണ്ട. അതല്ലേ, നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. സോറി, ഇന്നലെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ലാലിനെ കുറിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എപ്പിസോഡായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2-ല് പറയും മറ്റേ തൊപ്പി കേസ്, ഡ്രഗ്സിന്റെ കേസ്. തൊപ്പി എന്നല്ല, ഞാൻ അങ്ങനെ കാണുന്ന ആളൊന്നല്ല. പക്ഷെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറെ പേര് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡ്രഗ്സിലൊക്കെ അഡിക്റ്റായി പോകുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യം മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഞാൻ അതിനെതിരെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് ആരാണെന്നുണ്ടെങ്കിൽ അതെ നല്ലൊരു ജനറേഷനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരണം. അപ്പൊ എന്തായാലും 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്നത് ഒരു പ്യുവർ ബിസിനസ് മാൻ ആണെന്നുള്ള കാര്യം. സോ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നേ ബ്രോ, അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് പോലെയുള്ള ഒരാളല്ലേ? ഞാൻ പറഞ്ഞു, എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരാളായിരിക്കും. അയാള് ബിസിനസ് നോക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബിസിനസ് നോക്കും. പക്ഷെ അതിൽ കൂടുതൽ അവർക്ക് ഏതൊരു കമ്പനി ആണെന്നുണ്ടെങ്കിലും ഏതൊരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും അതിനോടൊരു എന്തൂസിയാസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ബിസിനസ് മാൻ തന്നെയാണ്, അത് കൺഫേം ആണ്. ഇനി അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹി ഈസ് എ ബിസിനസ് മാൻ എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഇന്ത്യയിലുള്ള ബിസിനസ് മാൻ ആണ് രാജീവ് ബജാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ നിങ്ങൾ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ബിസിനസ് മാൻ എന്നുള്ളത്. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ മോട്ടോകോപ്പിന്റെ CEO ആയിട്ടുള്ള അല്ലെങ്കിൽ ഓണർ ആയിട്ടുള്ള പവൻ മുൻജാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും വിക്കിപീഡിയയിൽ ബിസിനസ് മാൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുക. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാർ ഇൻഡസ്ട്രിയിലൊക്കെ സിനിമയിലെ ഡയറക്ടേഴ്സ് പോലെയാണ് CEOs എന്നുള്ളത്. കാരണം ഇപ്പോൾ ഏതൊരു മേഖല എടുത്ത് നോക്കിക്കോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എലോൺ മസ്ക് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും അതിന്റെ ഓണേഴ്സിന് കിട്ടുന്ന ഒരു വില. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വലിയ ഒരു മാറ്റം തോന്നിയ ആരാന്നറിയോ? ആ ഒരാളാണ് നമ്മുടെ ഹീറോ മോട്ടോകോപ്പിന്റെ ഓണറായിട്ടുള്ള പവൻ മുൻജാൽ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവൻ മുൻജാലിന്റെ പഴയൊരു ലുക്ക് ഉണ്ട്, ഒരു വയസ്സനായിട്ടുള്ള ഒരു ലുക്ക്, നീ കണ്ടില്ലേ? ഓക്കെ, ആ ഒരു ലുക്കിൽ നിന്നും ഈ പറയുന്ന ഈ ഡയറക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഓണേഴ്സിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് അതെ അദ്ദേഹത്തിന് അതെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു കാര്യം മനസ്സിലായപ്പോ അദ്ദേഹത്തിന് വന്നിട്ട് ഒരു മേക്ക് ഓവർ, വളരെ വലിയൊരു മേക്ക് ഓവർ ആണ്, സാധാരണ ഒരു മേക്ക് ഓവർ അല്ല അദ്ദേഹത്തിന് വരുത്തിയേക്കണേ. സോ അതെല്ലാം ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, ആര് ബിസിനസ്മാൻ ആയാലും ആര് എന്റർപ്രണർ ആയാലും അതൊരു വിഷയമുള്ള കേസല്ല. അവർ തരുന്ന പ്രൊഡക്റ്റ് നല്ലതായാലും മതി. ഓക്കെ, ബിസിനസ് എന്ന് പറയുന്നത് കുറെയൊക്കെ നമുക്കറിയാലോ, എല്ലാവരും ആരാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഈ ടോർക്ക് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളും പക്ഷെ അതിനുപരി നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് മതി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബിസിനസ്മാൻ ആണോ എന്റർപ്രണർ ആയാലും നമുക്ക് വിഷയമുള്ള കേസല്ല. ഇനി ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, എന്റർപ്രണർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന കുറെ പേരുണ്ട്. അത് 2 എക്സാമ്പിൾ പറയാം. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ക്രിസ്റ്റ്യൻ വോൺ കൊനിഗ്സെഗ് എന്ന് പറഞ്ഞ ഒരാള്. ആ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുണ്ടാക്കുന്ന കാറിന് അത്രയും അധികം ഡീറ്റെയിൽഡ് ഇൻവോൾവ് ആണ്. അതിന്റെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു കാറിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുക, അദ്ദേഹത്തിന്റെ ഗിയർ ബോക്സ്, അങ്ങനെ സസ്പെൻഷൻ ടെക്നോളജീസ്, അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനെ കുറിച്ചും അദ്ദേഹം
സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ബുഗാട്ടിയുടെയൊക്കെ CEO ആയിട്ടുള്ള, അല്ലെങ്കിൽ റിമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് കാർ കമ്പനിയുടെ CEO ആയിട്ടുള്ള മാറ്റ് റിമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അദ്ദേഹവും ഈ പറയുന്ന പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്തൂസിയസ്റ്റ് ആണ്. നിങ്ങൾ ഇവരുടെ വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ എഞ്ചിനീയർ ആൻഡ് എന്റർപ്രണർ എന്ന് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെന്റർ പ്ലസ് എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനാണ് അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ വിക്കിപീഡിയ കൊടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിചാരിച്ച് വിക്കിപീഡിയ പറയുന്ന എല്ലാ കാര്യവും കറക്റ്റ് ആവണമെന്നില്ല. ഇനി അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒലയുടെ CEO ആയിട്ടുള്ള ഭവീഷ് അഗ്രവാൾ കുറേ പേരെ വെറുപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഒരു എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരാളാണെങ്കിലും അതിൽ കൂടുതൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. എനിക്കിഷ്ടമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ചില മാർക്കറ്റിംഗ് രീതികൾ, പ്രത്യേകിച്ച് IC ആയിട്ടുള്ള എൻജിൻസിനെ അല്ലെങ്കിൽ അതുപോലുള്ള വെഹിക്കിൾസിനെ താറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. സോ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. ഒരു പ്രോപ്പർ എന്തൂസിയാസ്റ്റ് അല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്റർപ്രണർ അല്ല. എന്തായാലും വിക്കിപീഡിയ പറയുന്ന എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷേ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ കൂടുതൽ പ്രശ്നമുള്ള ഒരു മാറ്ററെ കുറിച്ചാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ കുറേ പേര് എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പഴയ ബുള്ളറ്റും പുതിയ ബുള്ളറ്റിനും കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടക്കും. പഴയ ബുള്ളറ്റാണ് സൂപ്പർ, പുതിയ ബുള്ളറ്റ് പോരാ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചിലർ പറയും പുതിയ ബുള്ളറ്റാണ് സൂപ്പർ, പഴയ ബുള്ളറ്റ് പോരാ. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഏതൊരു ടൈപ്പ് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ കാര്യം സൂപ്പറാണ്. ഇപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചത് അത് സൂപ്പർ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പഴയ കാര്യം നമ്മൾ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ഇപ്പൊ മാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോകോയിലുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറെ പേര് പറഞ്ഞു നിങ്ങളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആണ്, അല്ലാതെ എന്നെയല്ല മിസ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാന് വേറെ ചാനലുകളിൽ ഞാൻ ഈ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്ന എന്താ, നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ്. അപ്പൊ പഴയത് എന്ന് പറയുന്ന ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ സൈക്കിളിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നതിന് ഒരു സ്പെഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനി എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏതൊരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ, അത് ചെറിയൊരു മോട്ടോർ സൈക്കിൾ ആണെങ്കിലും വലുതാണെങ്കിലും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ഏതൊരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അതിന് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ആ ഒരു ഇഷ്ടങ്ങൾ എന്ന് പറയുന്നതിന് ഓരോ തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതെനിക്ക് കിട്ടുന്ന ഫീൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഒരു 2 സ്ട്രോക്ക് ഓടിക്കുന്ന പോലെയല്ല ഒരു 4 സ്ട്രോക്ക് ഓടിക്കുന്ന പോലെയല്ല ഇലക്ട്രിക് വെഹിക്കിൾസ്. ഓരോ വെഹിക്കിളിനെയും എനിക്ക് അതിന്റെ ഫീല് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അല്ല, നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസ് ആണ്? പ്രത്യേകിച്ച് ബുള്ളറ്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ രണ്ടും ഓടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 96 മോഡൽ ബുള്ളറ്റ് ഉണ്ട്, വേറെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എടുത്ത് നോക്കുമ്പോൾ നിനക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത്? പഴയതാണ്. അതെന്തുകൊണ്ടാണ് പഴയതിന് ഇത്രയും ഫാൻസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ കാര്യം, പഴയൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് മെക്കാനിക്കലി ലൗഡ് ആയിരിക്കും. മെക്കാനിക്കലി ലൗഡ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് എന്ന് വരുന്ന ശബ്ദം മാത്രമല്ല ഞാൻ പറയുന്നത്, എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു നോയ്സ്, ആ ഒരു ഫീല്, ആ ഒരു എയർ ഇൻടേക്ക്, ആ ഒരു ഇൻഡക്ഷന്റെ സൗണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പഴയ വെഹിക്കിളിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇനി പുതിയ വെഹിക്കിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, അത് രണ്ടിനുണ്ട്. പഴയ മോഡലിനും ഈ പറയുന്ന പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇനി ഞാൻ അതൊന്നും കൂടി ഡീപ്പാക്കി പറഞ്ഞുതരാം. ഇപ്പൊ നീ പറഞ്ഞു പഴയ മോഡലാണ് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു. ആ ഒരു സമയത്ത് റോയൽ എൻഫീൽഡിന് അങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ ബിൽഡ് ചെയ്യാൻ അറിയുള്ളൂ. നീ അങ്ങനെ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന 96 മോഡൽ ബുള്ളറ്റ്, ആ ഒരു ബുള്ളറ്റ് നിർമ്മിക്കുന്ന സമയത്ത് റോയൽ എൻഫീൽഡിന്റെ ടെക്നോളജി എന്ന് പറയുന്നതും അവരുടെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളൊരു യമഹയുടെ മോട്ടോർ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിലയബിളും അതുപോലെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2008, 2010 ഒരു FC എടുത്ത് നോക്കുക, ആ ഒരു സമയത്തുള്ള ഒരു ബുള്ളറ്റ് എടുത്ത് നോക്കുക. രണ്ടിന്റെയും റിലയബിലിറ്റി, ഫീല്, അതിന്റെ മെക്കാനിക്കലി ലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും 2 തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന് അപ്പൊ അത്രയും ഉണ്ടാക്കാൻ കഴിവുള്ളൂ. അതായിരുന്നു അവരുടെ ടെക്നോളജി, അതായിരുന്നു അവരുടെ എഞ്ചിനീയറിംഗ്. ഇപ്പൊ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ
പഠിച്ചു എന്ന് പറയാം. ഓരോ കമ്പനിക്കും ഓരോ സമയത്താണ് ഓരോ ടെക്നോളജീസ് ആഡായി വരിക. അതിൽ എഞ്ചിനിൽ വന്നിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ഇലക്ട്രോണിക്സിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇനി അതിൽ കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഗ്നിഷൻ സിസ്റ്റം തന്നെ എടുക്കുക. ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ സൈക്കിളിൽ സ്പാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ബുള്ളറ്റിലൊക്കെ ഡെൽക്കോ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ CB യൂണിറ്റ്, കോൺടാക്ട് പോയിന്റ് ബ്രേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം വഴിയാണ് എന്ത് വന്നിരുന്നത്, സ്പാർക്ക് വന്നിരുന്നത് എഞ്ചിനിലേക്ക്. അത് പിന്നീട് CB പോയിന്റിൽ നിന്നും CDI എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആയി, പിന്നെ അതിൽ നിന്നും DC CDI എന്ന് പറയുന്ന ഒരു കാര്യമായി, പിന്നെ ട്രാൻസിസ്റ്റർ കൺട്രോൾ എന്ന് പറയുന്ന TCI ആയി, പിന്നെ അത് ECU എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂളിലേക്കായി. ഇനി എഞ്ചിൻ്റെ കുറച്ചും കൂടി നമ്മുടെ വാൽവ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് പുഷ് റോഡ് സിസ്റ്റം ആയിരുന്നു. അതിന് മുന്നേ പല സിസ്റ്റങ്ങൾ യൂസ് ചെയ്തിരുന്നു. അതിൽ സ്പ്രിംഗ് ടൈപ്പ്, സ്പ്രിംഗ് ഇല്ലാത്ത ടൈപ്പ്, അതിൽ പല കാര്യങ്ങളും യൂസ് ചെയ്തിരുന്നു. പിന്നെ പുഷ് റോഡിൽ നിന്നും സിംഗിൾ ഓവർഡ് ആയിട്ടുള്ള ക്യാം ആയി. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം നമ്മുടെ J50 എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനിൽ വന്നിരിക്കുന്നത് തന്നെ. പുഷ് റോഡിൽ നിന്നും സിംഗിൾ ഓവർഡ് ആയി. പിന്നെ അവർ തന്നെ ഡബിൾ ഓവർഡ് ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള അപ്ഡേഷൻസ് പതുക്കെ വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. പലരും പഴയത് നല്ലതല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പഴയതാണെങ്കിലും പുതിയതാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. കാലക്രമേണ കൊണ്ടുള്ള ടെക്നോളജീസ് വരുന്ന ഡിഫറൻസ് കൊണ്ടും അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി, ടെക്നോളജി അവൈലബിലിറ്റി, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ യമഹ എടുക്കുകയാണ്, ഹോണ്ട എടുക്കുകയാണ്, കവാസാക്കി, സുസുക്കി അങ്ങനെയുള്ള ബ്രാൻഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പല ടെക്നോളജീസും ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരും. കാരണം അവർ എഞ്ചിനീയറിംഗ് തലകളാണ്. ഇന്ത്യയിലെ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ചെന്നൈ വേഴ്സസ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും സംസാരിക്കും. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ പഴയ മോട്ടോർ സൈക്കിളിനും പുതിയ മോട്ടോർ സൈക്കിളിന്റെയും ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, ഓടിക്കാനുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഫീല് നിങ്ങൾ ഫീൽ ചെയ്യാന്നല്ലാതെ എന്താ പറയാ, ഫാൻ ഫൈറ്റിംഗ് ഒന്നും ഒരിക്കലും ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ എടുത്തു പറയുന്നത് തന്നെ. ഇനി വലിയൊരു മാറ്റം പഴയ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തൊരു മോഡലാണ് 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത്. 2 സ്ട്രോക്സ് എന്ന് പറയുന്നത് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാലോ 2 സ്ട്രോക്കേ വരുന്നുള്ളൂ. അപ്പോൾ നോർമലി 4 സ്ട്രോക്കിൽ ഒരു പവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ട്രോക്കിനുള്ളിൽ തന്നെ നമുക്ക് ഒരു പവർ കിട്ടുമ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു പവർ ആയിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കിട്ടുക. ഇനി നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് നോളജ് കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, 0 to Hero എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പ്രൊജക്റ്റാണ്. ആ ഒരു പ്രൊജക്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ചിലപ്പോൾ മോട്ടോർ സൈക്കിൾ എന്തൂസിയസ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് IT ഫീൽഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ്, നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണമെന്നുണ്ടെങ്കിൽ വി ആർ കണ്ടക്ടിങ് ആൻ ഓൺലൈൻ ക്ലാസ്. ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. അതൊരു 5 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഒരു ചെറിയൊരു ഫീ ഉണ്ടായിരിക്കും. ഫീ ഉണ്ടായിരിക്കും, ഫ്രീ ആയിരിക്കില്ല. ഓക്കെ, എന്തായാലും അതൊരു ചെറിയൊരു ഫീ ആണ്, വലിയൊരു ഹെവി ആയിട്ടുള്ള മാരകമായിട്ടുള്ള ഫീ ഒന്നും ഉണ്ടാവില്ല. അത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസംബറിൽ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനു മുൻപ് പലരും എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പാഷൻ ടു പ്രൊഫഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ജോലികൾ എങ്ങനെയാണ് കിട്ടുക, അതിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുക എന്നുള്ളത്. ആ ഒരു ക്ലാസ് എന്തായാലും നമ്മൾ ഡിസംബറിൽ ചെയ്യുന്നതായിരിക്കും. അത് അതെ, അത് നമ്മൾ എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതൊരു 2 day ആയിട്ടുള്ള അല്ലെങ്കിൽ 3 day ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ രാത്രി അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്തായാലും അത് നമ്മൾ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 2 സ്ട്രോക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സ്ട്രോക്കിന് അത്രയും പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിനെയും 4 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളിനെയും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നതും അനാവശ്യമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റിംഗ് ആണ്. പിന്നെ ഈ പറയുന്ന 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ ഓൾറെഡി ബാൻഡ് കൂടിയാണ്. ബാൻഡാണ് ആ വണ്ടി. കാരണം അറിയാലോ പൊല്യൂഷൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ ഒരു വെഹിക്കിൾ ബാൻ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം തന്നെ. ഇനി എനിക്കൊരു കാര്യം കൂടി ഞാനിതിൽ ആഡ് ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റോയൽ എൻഫീൽഡിന്റെ ബിസിനസ് തന്ത്രങ്ങൾ ഞാൻ പലതും പറഞ്ഞു. അതിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് എക്സ്പോസ് ചെയ്ത് പറയാൻ പോകുന്നത്. അതിന് മുൻപ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഏറ്റവും ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ഇന്റർനാഷണലി ആണ് അവർ ഏറ്റവും ആദ്യമായിട്ട് റേസിംഗിൽ ഇൻവോൾവ് ആയത്. പിന്നെയാണ് ഇന്ത്യയിൽ അവർ ഈ പറയുന്ന ഫ്ലാറ്റ് ട്രാക്ക് റേസിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അതിനോടൊപ്പം തന്നെ അവർ GT കപ്പ് എന്ന് പറയുന്ന നമ്മുടെ കോണ്ടിനൽ GT എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ റേസ് പെക്ക് ആയിട്ടുള്ള GTR 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്ത് റേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി മാർക്കറ്റ് ഒക്കെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി JK ടയർ എന്ന് പറയുന്ന കമ്പനി ഒരു കാർ റേസ് നടത്തും. ആ കാർ റേസിന് സപ്പോർട്ടിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് ബൈക്ക് റേസ് നടത്താറ്. കുറെ വർഷങ്ങളായിട്ട് സുസ്കിയാണ് അവരുടെ റേസ് നടത്തിയിരുന്നത്. നമ്മുടെ ജോസഫ് മാത്യു എന്ന് പറയുന്ന നമ്മുടെ ടോർക്കിൽ വൺ ഓഫ് ദ ഒരു ഗ്രേറ്റ്
ഗ്രേറ്റ് ആളാണ്, നമ്മുടെ ഭയങ്കര സപ്പോർട്ടറാണ്, നാഷണൽ ചാമ്പ്യൻ ആണ് ഡിഫറെന്റ് ടൈം, 3 ടൈം സുസ്കിയിൽ തന്നെ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ ഓടിക്കുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസ്കി ആയിരുന്നു സ്പോൺസർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സുസ്കിക്ക് അത്രയും സെയിൽ ഇല്ലാണ്ടായി, 150cc അല്ല 250cc അല്ല കാറ്റഗറിക്ക് സെയിൽ ഇല്ലാണ്ടായി. അവർ 250 യൂസ് ചെയ്തിട്ട് റേസ് നടത്തിയിട്ട് പോലും അവർക്ക് അത്രയും ഒരു സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ആർക്ക് മനസ്സിലായി, സിദ്ധാർത്ഥ് ലാലിന് മനസ്സിലായിട്ടാണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പോലെ അവരുടെ GT യൂസ് ചെയ്തിട്ടുള്ള ഒരു റേസ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ ഓൾവിൻ സേവിയർ നമ്മുടെ തൃശ്ശൂരുകാരനടക്കം ആ ഒരു റേസിന്റെ നല്ല രീതിയിൽ എന്താ പറയുക പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ വൺ ഓഫ് ദ ഗ്രേറ്റ് സപ്പോർട്ടർ തന്നെയാണ് ഈ ഓൾവിൻ സേവിയറും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 2 എനിക്ക് പറയാനുള്ളത്. ഇനി എന്തായാലും പാർട്ട് 3ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത്ര തന്നെ സംസാരിക്കാനുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ. Until then, ciao.